എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നർ ലൈറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓരോ രാശിക്കാർക്കും ശനിയുടെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ ശോഭനമായ ഭാവി ഉറപ്പാക്കാം. അതുപോലെ തന്നെ മറ്റു ചില രാശിക്കാർക്ക് വരാൻ പോകുന്ന ഗ്രഹപ്പിഴകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഒരു പരിധിവരെ ദുരിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും. ഇതിലൂടെ എല്ലാ രാശിക്കാർക്കും ജീവിത വിജയം ഉറപ്പാക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ടത്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പരിഹാരങ്ങൾ എന്താണ്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. തുലാക്കൂറുകാരായ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ 3 നക്ഷത്രക്കാർക്ക് 2025 മാർച്ച് 29 ശേഷം ശനി 6ാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുലാക്കൂറുകാർക്ക് വളരെ ഭേദപ്പെട്ട ഒരു കാലയളവായിരിക്കും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനും അധ്വാനത്തിന് അർഹിച്ച ഫലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. ധനസ്ഥിതിയിലും അനുകൂല മാറ്റങ്ങളുണ്ടാകും. 6ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നിങ്ങളുടെ ജോലിഭാരം വർദ്ധിപ്പിക്കും. കൂടുതൽ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇത് മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാവാതെ ഇരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 6ലെ ശനി നിങ്ങളുടെ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥയെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കാനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കുടുംബജീവിതത്തിലോ ദാമ്പത്യത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ശനി 6ാം ഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ അവ പരിഹരിക്കപ്പെടും. കൂടാതെ ശനിയുടെ സ്വാധീനം നിങ്ങളുടെ 2ാം ഭാവത്തിൽ നിന്ന് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആശയവിനിമയവും സാമ്പത്തികവും മെച്ചപ്പെട്ടു വരും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ, വഞ്ചനകൾ എന്നിവയിലൊക്കെ ഉൾപ്പെടാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതുമെല്ലാം പിന്നീട് പ്രശ്നങ്ങളായി മാറിയേക്കാം. നിങ്ങളുടെ 6ാം ഭാവത്തിൽ നിന്ന് ശനിക്ക് 8, 12, 3 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. 8ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ പരിവർത്തനം കൊണ്ടുവന്നേക്കാം. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും പക്വത വികസിപ്പിക്കാനും സഹായിക്കുന്ന വ്യത്യസ്തതരം ആളുകളെ നിങ്ങൾ ഈ കാലയളവിൽ കണ്ടുമുട്ടിയേക്കാം. നിങ്ങൾക്ക് ചില വെല്ലുവിളികളും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളും ഈ കാലയളവിൽ നേരിടേണ്ടി വന്നേക്കാം. ഗ്രഹനിലയിലെ ശനിയുടെ സ്ഥാനമനുസരിച്ച് നിരവധി ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടും. എന്നിരുന്നാലും ശനിയുടെ സ്വാധീനം മൂലം ക്ഷമ, പക്വത, ദുഷ്കരമായ സാഹചര്യങ്ങളിൽ സഞ്ചരിക്കാനുള്ള കഴിവ് എന്നിവ വികസിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. 12ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി മുമ്പ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാതിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നിർണയിക്കാനും മറികടക്കാനും ഈ കാലഘട്ടത്തിൽ സഹായിക്കും. വിദേശ കാര്യങ്ങൾ, യാത്ര എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങളും കാലതാമസങ്ങളും നേരിടേണ്ടി വന്നേക്കാം. 3ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി സഹോദരങ്ങൾ, അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ എന്നിവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ, പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തുലാം രാശിക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, പ്രതിവിധികൾ നമുക്കൊന്ന് പരിശോധിക്കാം. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഭാരിച്ച ജോലിഭാരം, മാനസിക സമ്മർദ്ദങ്ങൾ ഇവയെല്ലാം നൽകും. ഉത്തരവാദിത്തങ്ങളുടെ അമിതഭാരം ഏറ്റെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് മാനസിക, ശാരീരിക അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. തൊഴിലും ജീവിതവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കുന്നു എന്ന് ഉറപ്പാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ വഞ്ചനകളോ നിയമപരമായ പ്രശ്നങ്ങൾക്കോ ഈ കാലയളവിൽ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ശനിയുടെ സ്വാധീനം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും കൊണ്ടുവരും എന്നതിനാൽ ഈ കാലയളവിൽ പണം കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക എന്നിവയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. അനാവശ്യമായ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ സാമ്പത്തിക തീരുമാനങ്ങളിൽ ജാഗ്രത പാലിക്കുക.
8ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവന്നേക്കാം. ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കും പക്വതയ്ക്കും കാരണമാകുമെങ്കിലും അമിതമായി ചിന്തിക്കുന്ന ശീലം ഒഴിവാക്കുക. 12ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി നിങ്ങളെ ഏകാന്തതയിലേക്കും ആത്മപരിശോധനയിലേക്കും തള്ളിവിടും. ഈ സമയം ധ്യാനത്തിനോ ആത്മീയ പരിശീലനങ്ങൾക്കോ ഉപയോഗിക്കുക. അതിലൂടെ മാനസിക വികാസമുണ്ടാകും. 3ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി സഹോദരങ്ങൾ, അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ എന്നിവരുമായി തെറ്റിദ്ധാരണകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമാകാം. അതിനാൽ നിങ്ങളുടെ ആശയവിനിമയത്തിൽ ക്ഷമയും നയതന്ത്രവും ശീലിക്കുക. തുലാക്കൂറുകാർ ഈ കാലയളവിൽ അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിത്യവും രാവിലെ സൂര്യന് ജലം സമർപ്പിക്കുക. ഭഗവാൻ വിഷ്ണുവിന് ആരാധനയും വഴിപാടുകളും ചെയ്യുക. ശുക്ര ബീജ മന്ത്രങ്ങൾ ജപിക്കുക. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരവും വെള്ളവും നൽകുക. നന്ദി, നമസ്കാരം.